മാങ്ങ സീസണായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ എരിവും പുളിയും മധുരമൊക്കെ അടങ്ങിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായി ഇതുപോലൊരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാങ്ങക്ക് നല്ല പുളിയാണ്, ഇത് പഴുത്ത മാങ്ങയല്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി ഏത് മാങ്ങ വെച്ചും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതുപോലൊരു പാനിലേക്ക് കട്ട് ചെയ്ത മാങ്ങയും കുറച്ച് കപ്പമുളകും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഒരു തുണിയിൽ വെച്ച് ഇത് പിഴിഞ്ഞെടുത്താലും മതി. അതിൻ്റെ ആ കട്ടി ചാറോട് കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇപ്പം നല്ലോണം ഞാനിത് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് നമുക്ക് കിട്ടുക. ഇനി മാങ്ങ വേവിച്ചെടുത്ത അതേ പാനിൽ തന്നെ ഇതിൻ്റെ ഈ പ്യൂരിയും കൂടി ഒഴിച്ച് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു നുള്ളു ഉപ്പ്, കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാവുക. ഇനി ഇത് നല്ലോണം ഇതുപോലെ ഒന്ന് കുറുക്കി ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇത് കുറുക്കിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിന്നായിട്ട് വേണം ഇത് ഒഴിച്ചൊന്ന് പരത്തിയെടുക്കാൻ. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ നല്ല വെയിലത്ത് വെച്ച് ഇതൊന്ന് ഉണക്കിയെടുക്കാം. അതിനുശേഷം ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഇത് പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പ്ലേറ്റിൽ നിന്ന് ഇളകി വരൂ. അപ്പോൾ അതുകൊണ്ട് നല്ല കനം കുറച്ച് പരത്തി വേണം വെയിലത്ത് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു ജെല്ലിയുടെ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി മാംഗോ ജെല്ലി റെസിപ്പിയാണിത്. ഏത് മാങ്ങ വെച്ചും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. പച്ചമാങ്ങ വെച്ചോ പഴുത്ത മാങ്ങ വെച്ചോ, അതല്ല ഇനി വാടിപ്പോയ മാങ്ങയാണെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം. മാങ്ങ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.